അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി LDF. സത്യവാങ്മൂലത്തിൽ കേസ് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നാണ് പരാതി. മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഫോൺ ചോർത്തൽ കേസ് സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും പരാതിയിൽ പറയുന്നു. സരീഷ് PK ആണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ? അങ്ങനെ സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? അങ്ങനെ വേണ്ടിയിരുന്നോ? വിവരങ്ങൾ. സാധാരണഗതിയിൽ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ പത്രിക നൽകുമ്പോൾ സ്വന്തം പേരിലുള്ള മുഴുവൻ കേസിന്റെ വിവരങ്ങളും ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. അത് രേഖാമൂലം നൽകുകയും വേണം. അത് കൃത്യമാണെങ്കിൽ മാത്രമേ സാധാരണഗതിയിൽ അത് അംഗീകരിക്കുകയും മത്സരിക്കാൻ അനുമതി നൽകുകയും ചെയ്യുകയുള്ളൂ. പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോൾ LDF ചൂണ്ടിക്കാട്ടുന്നത് ഈ മലപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത ഫോൺ ചോർത്തൽ കേസുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലത്തിൽ വിവരങ്ങളില്ല. പകരം 11 കേസുകൾ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ PV അൻവറിനെതിരെ കൂടുതൽ കേസുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലപ്പുറം കേസുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉൾപ്പെടെയുള്ളവ രേഖയിൽ ചേർത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ആദ്യഘട്ടത്തിൽ തന്നെ ഭരണാധികാരിക്ക് LDF പരാതി നൽകിയിരുന്നു. പക്ഷേ സൂക്ഷ്മ പരിശോധനയിൽ അത് പ്രശ്നമല്ല എന്ന് ചൂണ്ടിക്കാട്ടുകയും ഈ പത്രിക സ്വീകരിക്കുകയുമായിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ LDF ഈ കമ്മീഷന് തന്നെ, അതായത് LDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് തന്നെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഭരണാധികാരിയുടെ തീരുമാനം അത് തെറ്റായിരുന്നു. ഒരു തരത്തിലും ഇത്രയും വലിയൊരു കേസ് മറച്ചുവെച്ച ആളെ അംഗീകരിക്കാനോ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പത്രിക സ്വീകരിക്കാനോ പാടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ LDF കമ്മീഷനെ തന്നെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വലിയ അനിശ്ചിതത്വം നേരിടാനുള്ള സാധ്യതയുണ്ട്. കാരണം കമ്മീഷൻ ഇത് പരിശോധിക്കുകയും അതിനുശേഷം മാത്രമാകും അൻവറിന്റെ പത്രിക സ്വീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. എന്തായാലും പ്രാഥമികമായി ജില്ലാ ഭരണാധികാരി ഇത് സ്വീകരിക്കുകയും അതിനെതിരെ LDF ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് പരാതി നൽകിയിരിക്കുകയുമാണ്.